ഹലോ, നല്ല നമസ്കാരം. മാർക്കോ. കിളി പോയിയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കിളി പറത്തും എന്നതിൽ യാതൊരു സംശയമില്ലാത്ത ഒരു സിനിമ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അടി ഇടി വെടി പുക ഇതാണ് ഈ സിനിമയെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയാനുള്ള കാര്യം. ഈ സിനിമയുടെ നെഗറ്റീവ് പറഞ്ഞിട്ട് പോസിറ്റീവ് പറയാം. ഈ സിനിമയുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറി പോരാ. രണ്ട്, ഇതിൻ്റെ നായികയ്ക്ക് വലിയ പ്രാധാന്യമില്ല. അത് വെറുതെ ഒരു നായിക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉണ്ണിമുകുന്ദൻ്റെ ശബ്ദം ഒട്ടും ഒരു വില്ലന് ചേർന്ന അല്ലെങ്കിൽ ഒരു നായകന് ചേർന്നിട്ടുള്ള ഒരു രീതിയിലല്ല എന്നെനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഉണ്ണിമുകുന്ദൻ ഇമോഷൻസ് പെർഫോം ചെയ്തത് വളരെ മോശമായിരുന്നു എന്നത് മാത്രമാണ്. ഇതാണ് ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഉള്ളതെല്ലാം പോസിറ്റീവാണ്. ഈ സിനിമ ഒരുപക്ഷെ ഒരു ഹോളിവുഡ് സിനിമയോടൊപ്പം ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന പോലുള്ള സിനിമകളുമായിട്ടൊക്കെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ആ ഒരു ലെവലിലാണ്. ഒരിക്കലും ഇന്ത്യൻ സിനിമയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല. അത്രയ്ക്കും വയലൻസാണ്. ഇതിനെക്കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ വെരി വെരി ബ്ലേഡി വയലൻസാണ്. ആക്ഷൻ കോറിയോഗ്രാഫിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്വല്പം കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഇതിലൊരു സ്റ്റെയർ കേഴ്സ് ഫൈറ്റുണ്ട്. അത് മേക്ക് ചെയ്തിരിക്കുന്ന സ്റ്റൈല്, ഇതിൽ ഒരു 7 ആക്ഷൻ ഉണ്ട്. പക്ഷേ അതിൽ ഒരെണ്ണം മാത്രമാണ് ഔട്ട്സൈഡിലുള്ളത്. ബാക്കി എല്ലാം തന്നെ ഇന്നർ ആയിട്ടാണ്. സ്റ്റണ്ടുകളെല്ലാം തന്നെ മേക്ക് ചെയ്തിരിക്കുന്നത് ഇന്നറിലായതുകൊണ്ട് തന്നെ ഏതു വിധത്തിലും ആക്ഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു അടി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ആക്ഷൻ കോറിയോഗ്രാഫി ചെയ്യുക എന്നത് അപ്പുറം അതിന് എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ നന്നായിട്ട് തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസിലൊക്കെ നല്ല ബീജിയമാണ്, നല്ല കിടിലം സാധനം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പാട്ടും നല്ല സ്റ്റൈലായിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മേക്കപ്പൊക്കെ സൂപ്പറെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ. എങ്ങനെയാണ് ഇത്രയും വയലൻസ് ആയിട്ടുള്ള ഒരു സാധനത്തെ നമ്മുടെ മുമ്പിൽ അത് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്കും ക്രൂവലായിട്ടുള്ള വയലൻസാണ് ഇതിലുള്ളത്. അതുകൊണ്ടാണ് അതൊന്നും പ്രത്യേകിച്ച് പറയാത്തത്. അതൊക്കെ എല്ലാം മേക്കപ്പിലൂടെ നന്നായിട്ട് തന്നെ നമ്മളിലേക്ക് എത്തിക്കാൻ ഇതിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോസ്റ്റ്യൂമിലും നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഒരുപക്ഷെ ഇതുപോലുള്ള ആക്ഷൻ വയലൻസ് സിനിമകളിൽ ഇന്ത്യയിലെ ബെഞ്ച് മാർക്കായിരിക്കും മാർക്കോ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഒരുപാട് ഇന്ത്യൻ സിനിമകൾ ഇതുപോലെ ഉണ്ട്, പക്ഷേ അതിനുമൊക്കെ മുകളിലാണ്. കില്ലായിക്കോട്ടെ, ജോൺ വിക്ക് ആയിക്കോട്ടെ, ഇപ്പോൾ അനിമൽ ആയിക്കോട്ടെ, അതിനൊക്കെ മുകളിലാണ് ഈ സിനിമ നിൽക്കുന്നത്. അത്രയ്ക്കും നന്നായിട്ടാണ് ഇതിൻ്റെ ആക്ഷൻ കോറിയോഗ്രാഫി ആയിക്കോട്ടെ, വയലൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായിക്കോട്ടെ. ഇത് വില്ലന്മാരുടെ ഒരു വിളയാട്ടാണ്. ഇത് മൊത്തത്തിൽ ഒരു ചോരക്കളിയാണ്. ചോര കൊണ്ടുള്ള ഒരു ചരിത്രം എഴുത്താണ് സാധനം. ഇതിൽ എനിക്ക് മനസ്സിലാകാത്ത ചില സാധനങ്ങൾ ഉണ്ട്. അത് ഒരുപക്ഷെ ഇനിയിപ്പോൾ തേർഡ് പാർട്ടിലോട്ട് ചിലപ്പോൾ വരുമായിരിക്കും. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ ആരും ശ്രദ്ധിക്കാതെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം. അല്ലെങ്കിൽ ഇതിൽ ആദ്യം തന്നെ എഴുതി കാണിക്കുമ്പോൾ ആരൊക്കെയാണ്, ആരുടെ മകളാണ് എന്നൊക്കെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് മിഖേൽ എന്ന് പറയുന്ന സിനിമയിലേക്കുള്ള ഒരു എത്തിനോട്ടം കൂടെയാണ് എന്നെനിക്ക് തോന്നി. പക്ഷേ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ ചരിത്ര അല്ലെങ്കിൽ അവരുടെ ഒരു തായ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇന്ന മാർക്കോടെ ഇന്ന ആൾ ഇത് ആൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ബ്രീഫ് തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. സ്റ്റോറി അല്പം വീക്കാണ് എന്നെനിക്ക് തോന്നി. പക്ഷേ സ്റ്റോറിയിലൊന്നും സംഭവിക്കാനില്ല. എപ്പോൾ കൊല്ലും എന്ന് മാത്രം, എങ്ങനെ കൊല്ലുന്നു എന്നതിനെക്കുറിച്ച് മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി. നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്നത് ആരെ കൊല്ലും എന്നൊരു ഭയം വേണ്ട. അങ്ങനെ ഒരു
ഇത് ആകാംക്ഷയൊന്നും അതിൻ്റെ ഇതിലാവശ്യമില്ല. ഇത് എങ്ങനെ കൊല്ലുന്നു എന്നത് മാത്രം ആണ് നമ്മൾ നോക്കേണ്ടത്. അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഈ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. പിന്നെ ഫാമിലി ആയിട്ടൊന്നും പോയി കാണരുത്. അത്രയ്ക്കും വയലൻസ് ഉള്ള ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ഇൻ്റർവെല്ലിൽ കഴിഞ്ഞതിന് ശേഷം ഉള്ളതൊന്നും കുട്ടികളെ മക്കളെ ഒന്നൊക്കെ വിളിച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇതിൻ്റെ പെർഫോമൻസിൽ പിന്നെ പോസിറ്റീവായിട്ട് എനിക്ക് പറയാൻ തോന്നിയത് ജഗദീഷ് ഏട്ടൻ്റെയും അതോടൊപ്പം തന്നെ സിദ്ദിഖിൻ്റെയും ക്യാരക്ടർ. അവർ രണ്ടുപേരും, പ്രത്യേകിച്ച് ജഗദീഷ് ഏട്ടൻ, എന്ത് കിടിലം പെർഫോമൻസ് എന്നറിയാമോ. പുള്ളിക്കാരൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഇതുപോലെയല്ല. പുള്ളിക്കാരൻ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞത് സത്യമാണ്. അത്രയ്ക്കും കിടിലം സാധനമാണ് പുള്ളിക്കാരൻ ചെയ്തു വച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിദ്ദിഖിൻ്റെ ഇത് അറിയാമല്ലോ, പുള്ളിക്കാരൻ നന്നായിട്ട് പെർഫോം ചെയ്യും. പക്ഷേ പുള്ളിക്കാരൻ ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു സാധനം, അത് ആ ഒരു ഡയലോഗ് തന്നെ ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത്, ചത്ത് മുകളിൽ പോകുമ്പോൾ ഞാൻ മക്കളോട് പറയാം, മാർക്കോ അതിനുള്ള കണക്ക് തീർക്കുമെന്ന് തന്നെ ജഗദീഷ് ഏട്ടനും പറയുന്നത്. മാർക്കോട് സംസാരിക്കുമ്പോൾ ഓരോന്നും അളന്ന് മുറിച്ച് കണക്ക് കൂട്ടി വേണം സംസാരിക്കാൻ, അല്ലെങ്കിൽ അവൻ കണക്ക് തീർക്കും എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത ചില കുറേ പിന്നെ ഇമോഷൻസ് കൂടി കുത്തിക്കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് വർക്കൗട്ടായിട്ടില്ല എന്നെനിക്കും തോന്നി. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു നല്ല കിടിലം സിനിമയാണ്. അത് ഫാമിലി ആയിട്ടൊന്നും പോയി കണ്ടു കളയരുത് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. കാരണം അത്രയ്ക്കും ഉണ്ട് ഇതിൻ്റെ ബ്രൂട്ടസ്. അത്രയ്ക്കും ബ്രൂട്ടസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഈ സിനിമയിലുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും പോയി ഫാമിലി ആയിട്ടൊന്നും കൊണ്ട് തല വെച്ച് കൊടുക്കരുത്. ഒറ്റയ്ക്ക് ചങ്കുറപ്പുള്ളവർ മാത്രം പോയി സിനിമ കാണുക. കിടിലൻ സിനിമയാണ്, വേറൊന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു.